ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പോരാടിയാണ് എനിക്കിപ്പോൾ ഈ ദൃശ്യം എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇത്രത്തോളം വേദന ഞാൻ ഈ നിമിഷം വരെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഞാൻ കാല് പിടിച്ച് പറഞ്ഞു, ഈ 2 കുഞ്ഞുങ്ങളായിട്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സാറേ, ഒരു തെറ്റ്. ഇവർ പറയുന്നത് ഏതാണ്ട് 1 വർഷത്തിന് മുൻപ് നടന്നൊരു സംഭവമാണ് ഈ ചേച്ചിക്ക് ഇങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. അപ്പം ഇപ്പോൾ 1 വർഷത്തിന് ശേഷം വീണ്ടും സി സി ക്യാമറ വീഡിയോസൊക്കെ പുറത്തൊക്കെ വന്നല്ലോ. അപ്പം പുള്ളിക്കാരൻ്റെ എതിരെ എന്ത് നടപടി എടുത്തെന്ന് അറിയത്തില്ല. ഞാനിപ്പം പറയാൻ വരുന്നത്, വേറൊരു വ്യക്തിക്ക് ഇങ്ങനെ ചെറിയൊരു സംഭവം ഉണ്ടായപ്പോൾ, ചെറുതല്ല നല്ലൊരു സംഭവം ഉണ്ടായ സമയത്ത് ഒരുപാട് പെൺകുട്ടികൾ അവരെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് ഹാഷ്ടാഗൊക്കെ ചെയ്തുകൊണ്ട് അവരെ പിന്നാലെയായിരുന്നു. അവളെ കൂടെ എന്നും പറഞ്ഞ് അപ്പോൾ എന്തോരം മറ്റേ എന്താ പറയുക, ദിലീപിൻ്റെ സിനിമയ്ക്കെതിരെ ഒരുപാട് പ്രകടനങ്ങൾ, കുറേ ഷോയൊക്കെ ഉണ്ടായിരുന്നു പെൺകുട്ടികളൊക്കെ. ഒരു കുട്ടിക്ക് ഇങ്ങനെ സംഭവിച്ചതിൽ ഈ ചേച്ചിക്ക് അല്ലെങ്കിൽ ഈ സഹോദരിക്ക് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായിട്ട് ആര് കൂടെ നിന്ന്? ഒരുപാട് ഫെമിനിസ്റ്റുകളായിട്ടുള്ള കുറേ പെൺകുട്ടികളുണ്ടല്ലോ, ഇവരെ സപ്പോർട്ട് ചെയ്ത്, എത്ര പേര് സപ്പോർട്ട് ചെയ്ത്, എത്ര പേർ ഇവർക്ക് വേണ്ടി വാതുറന്നു? ഞാൻ ഇതൊരു പെൺകുട്ടികളെ വാതുറക്കണം കണ്ടില്ല. നമ്മളെപ്പോലത്തെ കുറേ ആണുങ്ങൾ ഇവർക്കെതിരെ സംസാരിച്ചുകൊണ്ട് കുറേ വീഡിയോസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. ഒരു പെൺകുട്ടി ഇവരെ കൂടെ നിൽക്കുന്നത്, ഇവരെ എന്താ പറയുക, ഇവരെ പിന്തുണച്ചുകൊണ്ട്, ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കാനായിട്ട് ഒരു ഫെമിനിസ്റ്റോ അല്ലെങ്കിൽ 4 നേരം ഞാൻ മറ്റേതോ അവൾക്ക് വേണ്ടി ഇങ്ങനെ എന്നൊക്കെ ഡയലോഗ് ഓടിച്ച് ഇവരെ കൂടെ നിന്നു? ഒരാളെപ്പോലും ഞാൻ ഇതുവരെ കണ്ടില്ല ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, ഒരാളെപ്പോലും കണ്ടില്ല. ഇതാണ് പറയുന്നത്, പ്രശസ്തിയുള്ള ആളിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി 100 ആൾക്കാർ കാണും. എന്തുകൊണ്ട്? പ്രശസ്തി കിട്ടും. മറ്റേത് ഒരു പ്രശസ്തി ഇല്ലാത്ത ആളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒന്നും കിട്ടില്ലെന്ന് അവർക്കറിയാം. മനസ്സിലായില്ല? അപ്പം ഇവരെന്താ നോക്കുന്നത്? ഇവരെ കൂടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ആരും സപ്പോർട്ട് ചെയ്യാനില്ലല്ലോ. ഇത് നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആര് കാണും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്? ഒരാളും കാണില്ല. ഒരാൾ പോലും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കാണില്ല. അതുകൊണ്ട് എന്താ ചെയ്യുക? സ്വയം ഒന്നും വരുത്താതെ, ഒരു അപകടത്തിൽ പോയി ചാടാതെ മാന്യമായിട്ടൊന്ന് ജീവിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളെ രക്ഷിക്കാനോ നമ്മളെ സംരക്ഷിക്കാൻ ആരും കാണില്ല. ഒരു പോലീസ് സ്റ്റേഷനിൽ പോലും ധൈര്യമായിട്ട് പോയി കയറാൻ പറ്റില്ല. മനസ്സിലായില്ലേ? എപ്പോഴാണ് നമ്മളെ ജീവിതത്തിലൊക്കെ എന്തൊക്കെ സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എന്താ പറയുക, തൊട്ടടുത്തൊരു മുള്ളുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഒതുങ്ങിപ്പോകാൻ ശ്രമിക്കുക. ഇല്ലാത്ത വയ്യ വേലയും തലയെടുത്ത് വെക്കാൻ നോക്കല്. കാരണം നമുക്കൊരാപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കാൻ ഒരു മനുഷ്യനും കാണില്ല. പട്ടിയെപ്പോലെ നമ്മൾ ഒറ്റയ്ക്ക് കിടന്ന് പൊരുതേണ്ടി വരും. അല്ലെങ്കിൽ നമ്മളെ വീട്ടുകാരോ നമ്മളെ ഭാര്യയോ ആരെങ്കിലുമൊക്കെ കാണും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു അപകടത്തിൽ പോയി ചാടാതെ മാന്യമായിട്ട് ജീവിക്കാനൊക്കെ നോക്കുക. അല്ലെങ്കിൽ ഇതുപോലത്തെ അവസ്ഥ നമുക്കും ഉണ്ടാവും. നമ്മളെ ഹാഷ്ടാഗ് ചെയ്യാനോ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനോ ആരും കാണില്ല. കുറച്ച് ആൺകുട്ടികളൊക്കെ കാണും, കുറച്ച് ആണുങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കാണും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഓൺലൈൻ മീഡിയാസ് വഴിയൊക്കെ. ഓക്കെ.